ഡേ ഞങ്ങളെല്ലാവരും ഇവിടെ താമസിച്ച് അടിച്ചു പൊളിച്ചു. അങ്ങനെ ഡോക്ടർ കാവേരി, ആയുധാര, ആയുർകോട്ടിക്കൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടീമായിട്ട് വിത്ത് ദിയർ ഫാമിലി എൻജോയ് ചെയ്തു. കുട്ടികൾക്ക് കളിക്കാനായാലും പൂളായാലും നല്ല സ്പേഷ്യസ് ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഗ്രില്ലൊക്കെ അടിച്ച് ഒരു ബസ്സിലാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ അടിപൊളി ഒരു ദിവസം ഞങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. നമുക്ക് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും അല്ലേ, കളിക്കാൻ പിള്ളേർക്കും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാം അടിപൊളിയാന്ന് പറ, സൂപ്പറാന്ന് പറ, സൂപ്പറായിരുന്നു. നല്ല ട്രിപ്പായിരുന്നു. ഇന്നലെ മുതൽ നമ്മുടെ ഒരു വീട്ടിൽ താമസിച്ച പോലുള്ള പ്രതീതി എല്ലാ സമയത്തും എല്ലാവരും രാത്രി മുതൽ പകലെല്ലാം ഫുൾ എൻജോയ്മെന്റ് ചെയ്തു. വളരെ താങ്ക്സ് ഡോക്ടർക്കും ഇക്കായിക്കും പ്രത്യേക താങ്ക്സ്. രാത്രിയൊന്നും ഇല്ലായിരുന്നു, രാത്രി ഇല്ലായിരുന്നു. അതുപോലെ നല്ല കിടപ്പ്, വല്ല കൊതുക് പോലില്ല, ഒറ്റ കൊതുക് പോലും കണ്ടിട്ടില്ല, എല്ലാം ക്ലിയർ. Yeah, it's one of the best trip I can say. After like എന്തായാലും ഞങ്ങളുടെ ജോർജിയയുടെ ഇതില്ലെങ്കിലും ദിസ് ഈസ് ലൈക്ക് ഇൻസൈഡ് ദുബായ് റിയലി ഡോക്ടറും Sulaiman has done their ever best and we are so happy to be along with them. ഞാനിവിടെ ദുബായ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാതെ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനൊരു യാത്ര പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. വന്നാണെങ്കിലും എനിക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേ ആണെങ്കിലും നമുക്കൊരു അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയറിനുള്ളത്, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടുള്ളൊരു മീറ്റിങ്ങും എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഹാപ്പിയാണ്. ഹായ്, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പുറത്തൊരു 2 ദിവസം ഒരു ഔട്ടിംഗ് എന്ന് പറഞ്ഞ് വന്നത്. ഫാമിലി, സ്റ്റാഫ് എല്ലാവരും ഞങ്ങളൊരു 10-40 പേരുണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വലിയ ഒരു വിശാലമായ സ്പേഷ്യസ് ആയ ഒരു പ്രോപ്പർട്ടി, അതിനുള്ളിൽ കുട്ടികൾ തൊട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഗെയിംസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത് ഫുജേറയിലാണ്, ഫുജേറയിൽ കൽബ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം എന്താ പറയുന്നത്, ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങളെല്ലാവരും 2 ദിവസം കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ആണ്, അപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇങ്ങനൊരു ഇത് തന്ന ഡോക്ടർക്കും സാറിനും വലിയൊരു നന്ദിയാണ്. ആയുർവേദയിൽ ഞാൻ ഏകദേശം ഒരു 6 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. എല്ലാ കൊല്ലവും ഇതേപോലെ ഓരോ പിക്നിക്കിനൊക്കെ പോകാറുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ ഒരു ഹോം സ്റ്റേയിൽ നിൽക്കാൻ പറ്റിയത്. നല്ല അനുഭവമായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചു. അടിപൊളിയായിരുന്നു. എല്ലാ കാര്യങ്ങളും കമ്പനി ഉഷാറായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഫുഡായിട്ടായാലും പിന്നെ പൂള്, പിന്നെ പാർട്ടിയെല്ലാം, ഡാൻസ് ആൻഡ് എല്ലാം അടിപൊളിയായിരുന്നു. ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാൻ വിചാരിച്ചതല്ലായിരുന്നു, സുഖമില്ലാത്ത കാരണം. പക്ഷേ ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്സായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. പറഞ്ഞാൽ മനസ്സിലാവില്ല, അടിപൊളി ട്രിപ്പാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് എൻജോയ് ചെയ്യാനുള്ള. ஒரு நல்ல ஒரு டைம் உண்டு. ஏன்னா ஒரு ஆயுர்தார ஒரு குடும்பமாயிட்டு ഇവിടെ வந்து நல்ல ஒரு என்ஜாய்மெண்ட்டாக இருந்து, நல்ல ஒரு பிளேஸுக்கு வந்துட்டு எல்லாம் ஒன்றா சாப்பிட்டு சாப்பிட்டு கிரிக்கெட் விளையாண்டு, ஃபுட்பால் விளையாண்டு, நீச்சல் ஆடி நிறைய என்ஜாய் பண்ணாங்க. நானும் என்ஜாய் பண்ணேன். குட், വെരി നൈസ്. ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. സൂപ്പർ. താങ്ക് ഫോർ ഡോക്ടർ ആൻഡ് സർ. ഓക്കെ, ഞാൻ ഡോക്ടർ കാവേരി ആയുർവേദിക് സെൻ്ററിൽ ജോയിൻ ചെയ്തിട്ട് ഇതെൻ്റെ 2ാമത്തെ ട്രിപ്പാണ്. എനിക്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്ക് അടിപൊളി ട്രിപ്പാണ്. എന്തായാലും താങ്ക് യു ഡോക്ടർ കാവേരി ആൻഡ് സുലൈമാൻ സർ. ഞാൻ ഡോക്ടർ കാവേരിയിലെ എൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പാണ്. ഞാൻ കുറച്ചും കൂടെ ഭയങ്കര എക്സൈറ്റഡ്, ഈ എൻജോയ് ടൈപ്പൊക്കെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതിന് ഡോക്ടർ കാവേരിയും ആൻഡ് സുലൈമാൻ സാറോടും ഭയങ്കര താങ്ക്സ്. പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു ഇതായിരുന്നു. കാരണം UAE വന്നിട്ട് ഇത്രയും വർഷമായെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫാം ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതൊരു 3-4 ഏക്കർ പറമ്പിൽ എല്ലാവരുടെയും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു യാത്ര, വളരെ നല്ലൊരു 2 ദിവസം എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാവരും നല്ലൊരു കുടുംബം പോലെ അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും.
ഓക്കെ. നമ്മളെല്ലാ വർഷവും പോകുന്ന പോലെ ഈ വർഷവും വന്നു. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഒരു വാട്ടർ തീം പാർക്കൊക്കെ ആയിരുന്നു. പിന്നെ ഡോക്ടറും സാറും നമ്മളെ ഒരു റിസോർട്ടിലേക്കാണ് കൊണ്ടുവന്നത്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. പിന്നെ കൂടുതൽ നമ്മൾ കുട്ടികൾക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങളും എൻജോയ് ചെയ്തു. താങ്ക് യു ഡോക്ടർ സാർ. ഞാൻ പറയില്ല. ഇതുവരെ ആയുർസാരെ ഡോക്ടർ കാവേരിയും ആയുർകോട്ടയ്ക്കും നടത്തിയ ഒരു ഇയർ എൻഡ് ഔട്ടിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഒരു ഗ്രേറ്റ് ഒരു ഔട്ടിംഗ് ആയിരുന്നു. എനിക്ക് ആദ്യം തുടങ്ങുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഇതൊരു സക്സസ് അല്ലാത്ത പോലെ തോന്നിയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തിയുള്ളൊരു അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത്. അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു വൈബ് റിസോർട്ടും അങ്ങനെയൊക്കെ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. അതും UAE-യിൽ സൂപ്പർ. നല്ലൊരു ട്രിപ്പായിരുന്നു. ദുബായിൽ വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി ഒരു ഫാം ഹൗസിൽ വന്നു. അടിപൊളി. രാത്രിയായാലും പകലായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ കിട്ടിയത്. ഇവിടെ വരുന്നവരെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി. നമ്മളെപ്പോഴും നിൽക്കുന്നവരെ നമ്മൾ വർക്ക് ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫാമിലീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടില്ല. എങ്ങനെയായിരിക്കും നമുക്കൊരു ഇഷ്ടപ്പെടുമോ ഇതാക്കും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ജോളിയായി, അടിപൊളിയായി. നല്ലൊരു ട്രിപ്പ്, അടിപൊളി ട്രിപ്പ്, ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബസ്സിൽ ഒന്നിച്ച് യാത്ര ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടിയത്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം വരണ്ടെന്ന് വിചാരിച്ചതാണ്. നമ്മളെ ഇങ്ങനെ ആൾക്കാർ കാണുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ഔട്ട് സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട്. പക്ഷേ ഇവിടെയുള്ള എക്സ്പീരിയൻസ് നമ്മളൊരു ഫാമിലി പോലെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. താങ്ക് യു ആയുർവേദ ഓൾ ടീംസ്. ഇത് എൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിരുന്നത് മുസാണ്ടത്തിലായിരുന്നു. ഒരു ദിവസം ഒരു ഫാം സ്റ്റേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഡൗട്ട് ഇങ്ങനെ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക, നമ്മൾ കുറേ എൻജോയ് ചെയ്ത് ഡാൻസും പാട്ടും അതേപോലെ തന്നെ ഗ്രിൽ സെഷൻ ആയാലും രാത്രിയുള്ള പൂളിംഗ് സെഷൻ ആയാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അടിച്ചു പൊളിച്ചു. സത്യം പറഞ്ഞാൽ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു ഡോക്ടർ ആൻഡ് സുലൈമാൻ സർ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ക്ലിനിക്കിൽ നിന്ന് ഞങ്ങളൊരു വണ്ടർഫുൾ ട്രിപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയത് മുസാണ്ടത്താണ്. അവിടെയും നന്നായിരുന്നു. ഇത്തവണ പോയത് ഫുജേറ ഹോം ഹൗസിലാണ്. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. 7 വർഷമായിട്ട് ആയുർധാര ഫാമിലിയുടെ കൂടെ കൂടിയിട്ട് ഓരോ കൊല്ലവും ഞങ്ങൾ 1 ഡേ ട്രിപ്പ് എന്തെങ്കിലുമൊക്കെയാണ് ആനിവേഴ്സറിക്ക് അറേഞ്ച് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു 2 ഡേ സ്റ്റേ ഒക്കേഷൻ. അത് തന്നൊരു അനുഭവം. അതിനി അടുത്ത വർഷം വേറൊരു ഇതായിരിക്കാം, എന്നാലും ഈ ഒരു വർഷം ഞാൻ മൊത്തം മറക്കില്ല. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓരോരോ പുറത്തുള്ള ഡോക്ടേഴ്സിൻ്റെ ഫാമിലി, അതർ ഡോക്ടേഴ്സ്, വേറെ ഡോക്ടേഴ്സിൻ്റെ ഫാമിലീസും കുട്ടികളും എല്ലാവരും ചിൽ പാർട്ടിയായിരുന്നു, വൈബായിരുന്നു. അപ്പം ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ ഡോക്ടർ കാവേരി ആൻഡ് സുലൈമാൻ സാർ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. അതിന് ഒരു അവസരം ഉണ്ടാക്കി തന്ന ഡോക്ടറിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. നന്നായിട്ട് നല്ലൊരു ട്രിപ്പായിരുന്നു. ഇനിയും നല്ല ഇത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ കമ്പനി ട്രിപ്പായിരുന്നു. അതിൽ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും അവരെല്ലാവരും ഫാമിലി ഉണ്ടായിരുന്നു. എല്ലാവരുടെ കൂടെ അടിപൊളിയായിരുന്നു, എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനെന്ന് വെച്ചാൽ നല്ല ഗെയിം ഉണ്ടായിരുന്നു. എല്ലാവരും ഇരുന്ന് കളിച്ച്, ഫുഡും എല്ലാവരും ഇരുന്ന് വട്ടത്തിലിരുന്ന് കഴിച്ച് നല്ല അടിപൊളി ഒരു ഫാം ഹൗസിലായിരുന്നു. ഞാൻ ദുബായിൽ വന്നിട്ട് ഡോക്ടർ കാവേരി ആയുർവേദിക് സെൻ്ററിൽ വന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പാണ്. നല്ല അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്തു. ഡോക്ടർക്കും സാറിനും നന്ദി. അപ്പം ട്രിപ്പെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ മടങ്ങി പോവുകയാണ്.